തദ്ദേശകം. നമസ്കാരം. തദ്ദേശക വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ഉറവിട മാലിന്യ സംസ്കരണം, നികുതിയിളവും പുതിയ പ്ലാന്റുകളും ഉൾപ്പെടെ വിവിധ പ്രഖ്യാപനങ്ങളുമായി മന്ത്രി എം പി രാജേഷ് ഷൊർണൂർ നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിലെ നിയമലംഘനം, ഈ വർഷം ഏറ്റവും കൂടുതൽ പിഴ ചുമത്തിയത് തൃശൂർ ജില്ല. വാർത്തകൾ വിശദമായി. ഉറവിട മാലിന്യ സംസ്കരണം, നികുതിയിളവും പുതിയ പ്ലാന്റുകളും ഉൾപ്പെടെ വിവിധ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു. വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നവർക്ക് വസ്തുനികുതിയിൽ 5% ഇളവ്, 6 മാസത്തിനകം കേരളത്തിലെ സാനിറ്ററി മാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള 4 മേഖലാതല പ്ലാന്റുകൾ, 5 മാസത്തിനുള്ളിൽ അജൈവ ഖരമാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള 6 മേഖലാതല പ്ലാന്റുകൾ, 50,000 വിദ്യാർത്ഥികൾക്ക് 1,500 രൂപയുടെ ശുചിത്വ സ്കോളർഷിപ്പ് തുടങ്ങി വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത്. സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. സംസ്ഥാനത്തെ സാനിറ്ററി മാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള 4 മേഖലാതല പ്ലാന്റുകൾ 6 മാസത്തിനകം സ്ഥാപിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. പൂർണ്ണമായും അജൈവ ഖരമാലിന്യം പ്രതിദിനം 720 ടൺ സംസ്കരിക്കാനുള്ള 6 മേഖലാതല പ്ലാന്റുകളും 5 മാസത്തിനകം സ്ഥാപിക്കും. കൂടാതെ 50,000 വിദ്യാർത്ഥികൾക്ക് 1,500 രൂപയുടെ ശുചിത്വ സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പദ്ധതിയും ഈ വർഷം തന്നെ നടപ്പിലാക്കും. ശുചിത്വ ബോധവൽക്കരണം, ശുചിത്വശീലങ്ങൾ വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് സ്കോളർഷിപ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മദ്യക്കുപ്പിയുടെ വിലയിൽ 20 രൂപ നിക്ഷേപമായി ഈടാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുപ്പികൾ വലിച്ചെറിയുന്നത് തടയാനാണ് ഈ നടപടി. QR കോഡ് പതിപ്പിച്ച സ്റ്റിക്കറുള്ള കുപ്പി ബെവ്കോ ഔട്ട്ലെറ്റിൽ തിരിച്ചേൽപ്പിച്ചാൽ 20 രൂപ തിരികെ ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഖരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഷൊർണൂർ നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദ്രവമാലിന്യം, കക്കൂസ് മാലിന്യം എന്നിവ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ജനങ്ങൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും 1,10 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം 25,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയും. സ്വച്ഛ് സർവേക്ഷണിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പ്രയത്നിച്ച നഗരസഭയിലെ വിവിധ ജീവനക്കാരെ മന്ത്രി അനുമോദിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിൽ അയ്യൻകാളി സ്മാരക ഹാൾ നടന്ന പരിപാടിയിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിലെ നിയമലംഘനത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ പിഴ ചുമത്തിയത് തൃശൂർ ജില്ല. 1 കോടിയിലേറെ രൂപയാണ് പിഴ ചുമത്തിയത്. ജനുവരി മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പിഴ ഈടാക്കുന്നതിൽ സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്താണ് തൃശൂർ ജില്ല. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ 4,210 നിയമലംഘനങ്ങൾ കണ്ടെത്തി ഫൈൻ ഈടാക്കി. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവരെ പിടികൂടുന്നതിനായി ആരംഭിച്ച സിംഗിൾ വാട്സ്ആപ്പ് നമ്പർ വഴി റിപ്പോർട്ട് ചെയ്ത നിയമലംഘനങ്ങളിൽ 677 പരാതികളിൽ 655 പരാതികളും തീർപ്പാക്കി. ജില്ലയിൽ കൂടുതൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന 1,221 സ്ഥാപനങ്ങൾ പരിശോധിക്കുകയും 489 സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മലയാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ വികസന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 7 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രീസ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നടുവട്ടം 1ാം വാർഡിലാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് അവോക്കാരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ജെയ്സൺ ഞാളിയാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈജു ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിൽബി ആന്റണി, വാർഡ് മെമ്പർമാരായ ബിജു പള്ളിപ്പാടൻ, വിജി റെജി, അംഗൻവാടി ടീച്ചർ ലിസി ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ ഭാഗമായി. കോട്ടയം ജില്ലാ ക്ഷീര സംഗമത്തോട് അനുബന്ധിച്ച് നടത്തിയ സ്വാഗത സംഘ യോഗം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷീരവികസന വകുപ്പ്, ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ, മിൽമ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ, കേരള ഫീഡ്സ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഈ മാസം 21 മുതൽ 23 വരെയാണ് ക്ഷീരസംഗമം സംഘടിപ്പിക്കുക. ഇത്തിത്താനം ഗവൺമെന്റ് LP സ്കൂളിലെ വർണ്ണക്കൂടാരം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ അധ്യക്ഷത വഹിച്ചു. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊച്ചുറാണി ജോസഫ്, പ്രീത കുമാരി, പ്രശാന്ത് മനന്താനം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹെഡ് മിസ്റ്റർ റീന ട്രീസ ജോസ്, PTA പ്രസിഡന്റ് മനു P മണിയപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കോട് ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാട്ടോലയിൽ നിർമ്മിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ടീച്ചർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും സംയുക്ത സഹകരണത്തോടെ 22,84,000 രൂപ വകയിരുത്തിയാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്.
982 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സോർട്ടിംഗ് ടേബിൾ, കോൺവെയർ ബെൽറ്റ് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജി, ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷ, എഇ ടിൻറ്റു, ഓവർസിയർ മനു, വാർഡ് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മുതുതല ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവിൽ 35,000 തൈകളാണ് വിതരണം ചെയ്തത്. വഴുതന, വെണ്ട, തക്കാളി തുടങ്ങി വിവിധയിനം പച്ചക്കറി തൈകൾ 100 പേർക്കായാണ് വിതരണം ചെയ്തത്. പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ഉഷ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഓഫീസർ PV സജിത തുടങ്ങിയവർ പങ്കെടുത്തു. മുതലമട ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് നിർവഹിച്ചു. ബിരുദ, ഡിപ്ലോമ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. 14 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ആകെ 35 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിനേഷ് അധ്യക്ഷനായി. വനിതകൾക്ക് സൗജന്യ കൗൺസിലിംഗിനായി പെണ്ണിടം ഒരുക്കി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന കെട്ടിടത്തിൽ ഒരുക്കിയ പെണ്ണിടത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ആദ്യത്തെ കൗൺസിലിംഗ് കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫാരിദ ഫിറോസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M സുനിൽകുമാർ, മെമ്പർ P പ്രസാദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അട്ടപ്പാടി വിമുക്തി ലഹരിമോചന കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും എക്സൈസ് ആരോഗ്യ വകുപ്പുകളും സംയുക്തമായി നിർമ്മിച്ചതാണ് വിമുക്തി ലഹരിമോചന കേന്ദ്രം. അട്ടപ്പാടി താലൂക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ S കൃഷ്ണകുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ KR വിദ്യ, ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതൂർ ഉമ്മത്താംപടി വരകാർപ്പുഴ റെഗുലേറ്റർ കം കോസ്വേ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. വരകാർപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉമ്മത്താംപടിയിലെ റെഗുലേറ്റർ കം കോസ്വേയിലൂടെ ഉന്നതിവാസികൾക്ക് മഴക്കാലത്ത് വാഹനത്തിലൂടെയും അല്ലാതെയും പുഴ മുറിച്ചു കിടക്കാനായിട്ട് സാധിക്കും. റെഗുലേറ്റർ വരുന്നതോടെ മഴക്കാലത്ത് ജലം സംഭരിക്കാനും കൃഷിക്കായി അത് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംയുക്തമായി വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് ഇത് കാണിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പുതൂരിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുളഞ്ഞൂർ ഹൈടെക് ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്കീം പ്രകാരം സ്വകാര്യ സംരംഭകരുമായി സഹകരിച്ച് നടപ്പാക്കുന്നതാണ് ഈ പദ്ധതി. കടമ്പൂർ ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മുളഞ്ഞൂർ ഹൈടെക് ഇൻഡസ്ട്രിയൽ പാർക്കിൽ നടന്ന പരിപാടിയിൽ KSSSIA സംസ്ഥാന പ്രസിഡന്റ് A നിസാമുദ്ദീൻ അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലയിലെ 12 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾ കൂടി അംഗീകാരം നൽകി ജില്ലാ ആസൂത്രണ സമിതി. വാർഷിക പദ്ധതി അവലോകനവുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ശേഷിച്ച പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ പ്രവൃത്തികളും ആരംഭിക്കണമെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള ജില്ലയിലെ ഗുണഭോക്തൃ പട്ടിക ഓഗസ്റ്റ് 15-ന് മുൻപ് നിർവഹണ ഉദ്യോഗസ്ഥർക്കും മേൽത്തട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൈമാറണമെന്നും യോഗം നിർദ്ദേശിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സമിതി ചെയർപേഴ്സണുമായ ഷീജ ശശി അധ്യക്ഷയായി. പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിലെ പുതിയ കോൺഫറൻസ് ഹാളിന്റെയും നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെയും ഉദ്ഘാടനം വ്യവസായ വാണിജ്യ നിയമ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് VR അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി 56,10,638 രൂപയാണ് ഫ്രണ്ട് ഓഫീസിന്റെയും നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. പഞ്ചായത്തിന് 126 കോടി രൂപയുടെ വികസന രേഖയും പ്രകാശനം ചെയ്തു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടുകൂടി പച്ചക്കറി തൈ വിതരണവും നടത്തി. പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ കിലിയുടെ സഹകരണത്തോടെ വയോജന സൗഹൃദ ഗ്രാമം ശില്പശാല സംഘടിപ്പിച്ചു. ഗവൺമെന്റ് LPSൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് S വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 17 വാർഡുകളിൽ നിന്നുള്ള വയോജന ക്ലബ് അംഗങ്ങൾ, റിസോഴ്സ് പേഴ്സൺമാർ എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ B അമിനി ടീച്ചർ, CR തൃക്കുന്നപ്പുഴ, പഞ്ചായത്ത് അംഗങ്ങൾ, കില ബ്ലോക്ക് കോർഡിനേറ്റർ C രത്നകുമാർ, വയോജന ക്ലബ് അംഗങ്ങൾ, റിസോഴ്സ് പേഴ്സൺമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെങ്ങന്നൂർ മണ്ഡലത്തിലെയും മാന്നാർ, പുലിയൂർ, മുളക്കുഴ എന്നീ പഞ്ചായത്തുകളിലെയും ചെങ്ങന്നൂർ നഗരസഭാ പരിധിയിലെയും പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരിയുടെ നേതൃത്വത്തിൽ പുലിയൂർ പഞ്ചായത്ത് നരച്ചിമുട്ടം ചാലിൽ പ്രസിഡന്റ് MG ശ്രീകുമാർ, ജനപ്രതിനിധികളായ പ്രമോദ്, രമാമോഹൻ എന്നിവർ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന
പൊതുകുളങ്ങളിലെ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് മാന്നാർ മത്സ്യഭവന്റെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത്. കട്ട്ള, രോഹു, മൃഗാൾ എന്നീ ഇനങ്ങളിൽപ്പെട്ട 16,500 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ എടക്കാട് നായടി നഗറിൽ അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം KD പ്രസന്നൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ മേലാർകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. വത്സല അധ്യക്ഷയായി. പട്ടികജാതി വിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമ പദ്ധതി. 1 കോടി രൂപ ഉപയോഗിച്ച് ഉന്നതികളുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള സമഗ്ര വികസനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 3 മാസത്തിനകം പദ്ധതി പൂർത്തീകരിക്കും. പരിപാടിയിൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. ലീലാമണി, മേലാർകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I. മൻസൂർ അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗപ്രജനന നിയന്ത്രണ കേന്ദ്രം കെട്ടിടം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ കോങ്ങാട് MLA K. ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം, ആലത്തൂർ, ചിറ്റൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ 4 ABC കേന്ദ്രങ്ങളിൽ പ്രതിവർഷം 6000-ഓളം നായകളെ വന്ധ്യംകരിക്കാൻ സാധിക്കും. ജില്ലയിൽ 4 ABC സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിൽ 5ാമത്തെ സെന്ററാണ് പറളിയിലേത്. അടുത്ത മാസത്തോടുകൂടി പട്ടാമ്പിയിലെയും ഡിസംബറോടെയും മണ്ണാർക്കാടുള്ള കേന്ദ്രങ്ങളുടെ നിർമ്മാണവും പൂർത്തിയാകും. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്ത് 3.5 ലക്ഷം രൂപ എന്നിങ്ങനെ ഫണ്ട് വകയിരുത്തിയാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ മുഖ്യ അതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. രേണുകാദേവി, MV സജിത, T. അജിത്ത്, ഷീബ സുനിൽ, S. അനിത തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സമ്മാന കൂപ്പൺ പ്രകാശനം ചെയ്തു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അധ്യക്ഷനായി. നവീകരിച്ച പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അങ്കണത്തിൽ ദലീമ ജോജോ MLAയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവിധ വികസന ഫണ്ടുകളിൽ ഉൾപ്പെടുത്തി 67.72 ലക്ഷം രൂപ ചെലവിലാണ് ഗ്രാമപഞ്ചായത്ത് കെട്ടിടം നവീകരിക്കുകയും ടേക്ക് എ ബ്രേക്ക് സൗകര്യം ഒരുക്കുകയും ചെയ്തത്. ടേക്ക് എ ബ്രേക്ക് വഴിയിടം, കോൺഫറൻസ് ഹാള്, ഫീഡിംഗ് മുറി, ഫ്രണ്ട് ഓഫീസ്, കഫറ്റേറിയ, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, റാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നവീകരിച്ച പഞ്ചായത്ത് കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനിത പ്രമോദ്, പഞ്ചായത്ത് സെക്രട്ടറി വിൻസ്റ്റൺ ഡിസൂസ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിതമിത്രം ആപ്പ് 2.0 ജില്ലാതല പൈലറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നു. ഹരിതമിത്രം ആപ്പിന്റെ 2.0 ലോഞ്ചിംഗ് നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. K. സ്മാർട്ട് IKMന്റെ നേതൃത്വത്തിലാണ് ലോഞ്ചിംഗ് സംഘടിപ്പിച്ചത്. കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ KV, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിനിൽ, സിദ്ദിഖുൽ അക്ബർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, IKM ഡിസ്ട്രിക്ട് ടെക്നിക്കൽ ഓഫീസർ സുധീഷ്, IKM ഡിസ്ട്രിക്ട് ടെക്നിക്കൽ ഓഫീസർ സുധീഷ്, IKM ടെക്നിക്കൽ ഓഫീസർ സനിത, അരുൺ, അനിത, ജയേഷ് പത്മ, ഹരിത കർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കുന്നുകര ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. സൈന ബാബു, കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കുന്നുകര പഞ്ചായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Kundugara Grama Panchayat is one of the best panchayats in Kerala, mostly agrarian. It is also an ISO certified panchayat. As a poverty-free and livelihood panchayat, it has undertaken many model projects. കുന്നുകര ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ്. ISO സർട്ടിഫിക്കറ്റുള്ള ഈ പഞ്ചായത്തിൽ കൂടുതലും കർഷകരാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതയുമുള്ള പഞ്ചായത്താക്കുന്നതിൽ ആനുകാലികമായ നടപടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. MGNREGS പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിൽ കാർഷിക മേഖലയിൽ കൂടുതൽ നിലവാരം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതിയോടൊപ്പം കൃഷിയിടങ്ങളും ജലസ്രോതസ്സും സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഭവന നിർമ്മാണ രംഗത്ത് PMAY, IAY പദ്ധതികളിലൂടെ വീടുകൾ നിർമ്മിക്കുക വഴി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. 136 ഭവനങ്ങൾ പണിതു നൽകാനും 50 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനും ഇതിനകം സാധിച്ചിട്ടുണ്ട്. പല നടപടിക്രമങ്ങളിലൂടെയും കാർഷിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാവരുടെയും സഹകരണത്തോടും ഒത്തൊരുമയോടും കൂടി ഒത്തിരി സംരംഭക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞു.
സ്വയം തൊഴിൽ രംഗത്ത് ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞത് ഒരു പ്രധാന നാഴികക്കല്ലാണ്. കോവിഡ് കാലത്ത് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ ജനകീയ ഹോട്ടലുകൾ പഞ്ചായത്ത് തലത്തിൽ നടത്തിപ്പോരുന്നു. 600 വ്യക്തികൾ ഈ ഹോട്ടലുകളെ ആശ്രയിക്കുന്നുണ്ട്. വിലക്കുറവിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഈ ഹോട്ടലുകളുടെ ലക്ഷ്യം. SHJ പ്രവർത്തനങ്ങളിലൂടെ കാർഷികം, മത്സ്യബന്ധനം, പ്രൊഫഷണൽ ആർട്ട് എന്നീ മേഖലകളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപജീവനം നേടിവരുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ അങ്കണവാടികളുടെയും സ്കൂളുകളുടെയും നിലവാരം ഉയർത്താൻ കഴിഞ്ഞു. 22 അങ്കണവാടിയും 4 സ്കൂളുകളുമാണ് ഈ പഞ്ചായത്തിലുള്ളത്. സ്കൂളുകളിലെയും അങ്കണവാടികളിലെയും ഉച്ചഭക്ഷണം മുടക്കം കൂടാതെ നല്ല രീതിയിൽ നടക്കുന്നു. കാർഷികം, വ്യവസായം, കുടുംബശ്രീ, വ്യാപാരം, IT, വസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് വികസിപ്പിക്കാനുള്ള പരിശീലനങ്ങളും നൽകി വരുന്നു. MGNREGSൻ്റെയും കുടുംബശ്രീയുടെയും പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ നേരിട്ട് സ്വാധീനിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കാനും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുന്നു. തൊഴിൽ കാർഡുള്ള 3600 ജോലിക്കാർ MGNREGSയിലുണ്ട്. കഴിഞ്ഞ വർഷം 646 ജോലിക്കാർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ലഭിച്ചു. കേന്ദ്ര സർക്കാരുകളുടെ ഗ്രാന്റുകൾക്ക് പുറമെ വസ്തുനികുതി, ലൈസൻസ് ഫീ, പ്രൊഫഷണൽ ടാക്സ് തുടങ്ങിയവയാണ് പഞ്ചായത്തിൻ്റെ സ്വന്തമായ വരുമാനം. ഈ പഞ്ചായത്ത് എല്ലാവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ വരുമാനത്തിൽ നിന്നാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആരോഗ്യം, ശിശുവികസനം, വിദ്യാഭ്യാസം, വനിതാക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നീ മേഖലകളിൽ നല്ല ഭരണം കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിന് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും ലഭിച്ചിട്ടുണ്ട്. കുന്നുകര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കുന്നുകര ഗ്രാമപഞ്ചായത്ത്. കൃഷിയും കാർഷിക വൃത്തിയുമാണ് കുന്നുകരയുടെ അടിത്തറ. വിശാലമായ നെൽപ്പാടങ്ങളും കയറുനിരകളും നിരവധി ജലസ്രോതസ്സുകളുമുള്ള കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രകൃതി രമണീയമാണ്. ഉൽപാദന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന പഞ്ചായത്ത് കൃഷി, മണ്ണ്, ജലസംരക്ഷണം എന്നിവയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഗ്രാമപഞ്ചായത്ത്, കൃഷി വകുപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സംയോജിതമായ ഇടപെടലുകളാണ് കാർഷിക അടിത്തറയിൽ ഇന്നും കുന്നുകരയെ ഉറപ്പിച്ചു നിർത്തുന്നത്. പോയ കാലങ്ങളുടെ അനുഭവ സമ്പത്തും വർത്തമാനകാലത്തിന്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നു. ഏകദേശം 170 ഹെക്ടർ ഭൂമിയിൽ 2021-22 സാമ്പത്തിക വർഷം ഇവിടെ നെൽകൃഷി സാധ്യമായിട്ടുണ്ട്. 6 പാടശേഖര സമിതികളുടെ നിതാന്ത ജാഗ്രതയും ജനപങ്കാളിത്തവും സർക്കാരിന്റെ നിരവധി പദ്ധതികളുടെ സഫലമായ സാക്ഷാത്കാരവും ഗ്രാമപഞ്ചായത്തിന് മുതൽക്കൂട്ടാകുന്നു. നെൽകൃഷി കൂടാതെ ഏത്തവാഴ കൃഷിയിലും ജാതി കൃഷിയിലും കുന്നുകര മുൻപന്തിയിൽ തന്നെയാണ്. മാത്രമല്ല പച്ചക്കറി, കപ്പ, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയവയും കുന്നുകരയിൽ യഥേഷ്ടം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ, അനുബന്ധ സാമഗ്രികൾ എന്നിവ യഥാസമയം ലഭ്യമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ ഒരു എക്കോ ഷോപ്പും പ്രവർത്തന നിരതമാണ്. മറ്റൊരു സവിശേഷത ആഴ്ചച്ചന്തയാണ്. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആഴ്ചച്ചന്ത കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ചൊരു വിപണിയാണ്. ഇടനിലക്കാരുടെ ഇടപെടലുകൾ ഇല്ലാതെ ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം. VFPCK വിപണി, സമാന്തരമായ മറ്റു വിപണികൾ എന്നിവയും കർഷകർക്ക് തുണയാകുന്നു. പാരമ്പര്യവും നവീനവുമായ കൃഷിരീതികൾ, നാട്ടറിവുകൾ എന്നിവയിലെല്ലാം
ആത്മ പോലുള്ള പദ്ധതികളിലൂടെ കർഷകർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ, ക്ലാസുകൾ എന്നിവ നടത്തുന്നതിൽ കാർഷിക മേഖല അതീവ ശ്രദ്ധ ചെലുത്തുന്നു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് എന്നിവ വഴി ഓരോ വാർഡ് തലത്തിലും നിരവധി കൃഷിക്കൂട്ടങ്ങളാണ് കാർഷിക മേഖലയിലേക്ക് ഉണർന്ന് എണീറ്റിട്ടുള്ളത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നുകര കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ക്രിയാത്മക മുദ്രാവാക്യത്തെ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്. സഹകരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൃഷിക്കൂട്ടായ്മകൾക്ക് രൂപം നൽകിയും കൃഷി ആരംഭിക്കുന്നത് മുതൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനം വരെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചും മുന്നോട്ട് തന്നെയാണ്. യഥാസമയങ്ങളിൽ വളം, വിത്ത്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വാർഷിക പദ്ധതിയുടെ ഭാഗമായി മികച്ച രീതിയിൽ കർഷകരിലേക്ക് എത്തുന്നു. മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയുടെ സംയോജിത പ്രവർത്തനങ്ങൾ കുന്നുകരയുടെ കാർഷിക മേഖലയ്ക്ക് ഏകിയ ഉണർവ് ചെറുതല്ല. വാർഡ് 14 വെള്ളിയാംതോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷണം, വാർഡ് 14 ചെറിയ തേക്കാനം തോട് വൃത്തിയാക്കി കയർ ഭൂവസ്ത്രം വിരിക്കൽ, വാർഡ് 11 പെരിയാറിന്റെ തീരത്ത് മുള വച്ചു പിടിപ്പിക്കൽ, കുറ്റിയാൽ തോടിന്റെ ശുചീകരണം എന്നിങ്ങനെ എണ്ണമറ്റ പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതി വഴിയും കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നു. എറണാകുളം ജില്ലയിൽ കൃഷിയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തായി മാറിയ കാലത്തും കുന്നുകരയെ നിലനിർത്താൻ കഴിയുന്നത് കാർഷിക മേഖലയിലെ സമഗ്ര ഇടപെടലുകൾ ആണ് എന്ന് നിസ്സംശയം പറയാനാകും. കുന്നുകര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിന് അഭിമാനാർഹമായി 3 മികവുറ്റ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. അതിൽ പ്രഥമഗണനീയം കുന്നുകര ഫാമിലി ഹെൽത്ത് സെന്റർ ആണ്. കേവലം ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ മാത്രമായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തപ്പെട്ടതോടെ 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. 200-നും 300-നും ഇടയിൽ രോഗികൾ നിത്യേന ഇവിടെ എത്തി ചികിത്സ തേടുന്നുണ്ട്. എല്ലാവിധ നവീന സജ്ജീകരണങ്ങളുമുള്ള ഈ ഹെൽത്ത് സെന്ററിന് കീഴിൽ കോവിഡ് പ്രതിരോധ ചികിത്സാ കേന്ദ്രം, വാക്സിനേഷൻ കേന്ദ്രം, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയും പ്രവർത്തന നിരതമാണ്. 2 നഴ്സുമാരുടെ സേവനത്തോടുകൂടി കുന്നുകരയിലെ 100-ൽ പരം സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരെ മാസത്തിൽ ഒരിക്കൽ ഭവന സന്ദർശനം നടത്തുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി വരുന്നു. സബ് സെന്ററുകൾ വഴി ബോധവൽക്കരണ ക്ലാസുകൾ, വികലാംഗർക്കുള്ള ഉപകരണങ്ങൾ, പാലിയേറ്റീവ് രോഗികൾക്ക് ഉപകരണങ്ങൾ, അവശ്യ വസ്തുക്കൾ എന്നിവ വിതരണം ചെയ്യുന്നതിൽ ഈ ആരോഗ്യ കേന്ദ്രം ജാഗരൂകമാണ്. ഏകദേശം 15 മുതൽ 20 ലക്ഷം വരെ തുകയ്ക്കുള്ള മരുന്നുകൾ ഇവിടെ നിന്നും നൽകി വരുന്നു. കുന്നുകര ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ്. ശരാശരി 60 മുതൽ 70 വരെ പേർ ഇവിടെ നിത്യവും പരിശോധനകൾക്കും മരുന്നിനുമായി എത്തിച്ചേരുന്നു. APL BPL ഭേദമന്യേ ഏവർക്കും ഇവിടെ ചികിത്സാ സൗകര്യം ലഭ്യമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കിരണം പദ്ധതി, രക്തക്കുറവുള്ള സ്ത്രീകൾക്ക് അരുണിമ പദ്ധതി, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സുഖായുഷ്യം പദ്ധതി, 60-ന് താഴെയുള്ളവർക്ക് സ്വാസ്ഥ്യം പദ്ധതി, കോവിഡ് ബാധിതർക്ക് ഭേഷജം, കോവിഡ് രോഗാനന്തരം പുനർജനി പദ്ധതി എന്നിവയെല്ലാം വഴി ചികിത്സ നടത്തി വരുന്നുണ്ട്. വാർഷിക പദ്ധതിയിൽ 7 ലക്ഷത്തിൽ പരം രൂപയുടെ മരുന്നും ആരോഗ്യവകുപ്പ് വഴി 2 ലക്ഷം രൂപയുടെ മരുന്നും ഈ ഡിസ്പെൻസറി വഴി രോഗികൾക്കായി വിതരണം ചെയ്യുന്നുണ്ട്. രോഗി സൗഹൃദപരമായി ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും സ്റ്റാഫുമാണ് കുന്നുകര ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഗ്രാമപഞ്ചായത്തിൽ നിന്നു മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിൽ നിന്നും ചികിത്സാർത്ഥം ഇവിടെ രോഗികൾ എത്തിച്ചേരുന്നു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടലുകൾ സാധ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ്. ദിനംപ്രതി നിരവധി രോഗികൾക്ക് ആശ്വാസം പകരുന്നതിന് ഈ ഡിസ്പെൻസറിക്ക് ആകുന്നുണ്ട്. വയോജനങ്ങൾക്കായി കുടുംബശ്രീ തലത്തിലും
ഗ്രാമപഞ്ചായത്ത് തലത്തിലും ഒട്ടേറെ കർമ്മപരിപാടികളും വയോജന സംഗമവും നടത്തിവരുന്നു. ജില്ലയിൽ തന്നെ 2 പകൽ വീടുകളുള്ള മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ ഇല്ല. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾക്കായി കെയർ ടേക്കറെയും നിയമിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്കുള്ള ഭക്ഷണം, വിശ്രമം, വിനോദോപാധികൾ എന്നിവയെല്ലാം പകൽ വീടിന്റെ ഭാഗമാണ്. ഭിന്നശേഷിക്കാർക്കുള്ള പതിവ് പ്രവർത്തനങ്ങൾക്ക് അപ്പുറം സ്കോളർഷിപ്പ്, ഉപകരണങ്ങൾ എന്നിവ കൂടാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹദീപം ബഡ്സ് സ്കൂൾ മികച്ചൊരു മാതൃകയാണ്. കരുതലിന്റെയും കാര്യപ്രാപ്തിയുടെയും മകുടോദാഹരണമാണ് ഈ ബഡ്സ് സ്കൂൾ. 2 അധ്യാപകരും 3 അനധ്യാപകരുമുള്ള ഈ സ്ഥാപനത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപജീവനാർത്ഥമുള്ള ചവിട്ടി നിർമ്മാണ യൂണിറ്റും പ്രവർത്തനക്ഷമമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗ്രാന്റ്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം, ബഹു MP, MLA എന്നിവരുടെ അകമഴിഞ്ഞ സഹായഹസ്തങ്ങൾ എന്നിവയെല്ലാം കുന്നുകരയുടെ നാൾ വഴിയിലെ ദീപസ്തംഭങ്ങളാണ്. ഇവയെല്ലാം ശക്തവും ഫലപ്രദവുമായി ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഭരണസമിതിയുടെ ആർജവം ശ്ലാഘനീയവും ആണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ആരോഗ്യ മേഖലാ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെന്ന് നമുക്ക് അറിയാം. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന ഒന്നാണ് ആരോഗ്യം. പരിമിതമായ സാഹചര്യത്തിൽ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് അഴീക്കൽ, ആലപ്പാട് ആശുപത്രികൾ. ഇവിടെ പ്രത്യേക റിസപ്ഷൻ കൗണ്ടറുകൾ, ഇലക്ട്രോണിക്സ് പ്രീ ചെക്കപ്പ് ഏരിയ, അടിയന്തര സാഹചര്യങ്ങളിൽ എത്ര രോഗികൾ എത്തിയാലും ട്രയാജ് ചെയ്യാനുള്ള ട്രയാജ് സംവിധാനങ്ങൾ, മോഡുലാർ ഫാർമസി, എല്ലാവിധ ജീവൻ രക്ഷാ ഔഷധങ്ങളും ഇവിടെ നിലവിലുണ്ട്. OPയിലെത്തുന്ന രോഗികളുടെ മാനസികാവസ്ഥകൾ കോർ സ്കീം വഴി അളന്നിട്ട് അവർക്ക് സഞ്ജീവനി വഴിയായുള്ള സൈക്യാട്രിക് സേവനങ്ങൾ നൽകുന്നത് ആലപ്പാട്, അഴീക്കൽ ആശുപത്രികളിലെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ സേവനങ്ങൾ നൽകുന്നത് 2 ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാണ്, ആലപ്പാട് FHCയും അഴീക്കൽ FHCയും. ഏകദേശം 20,500ഓളം വരുന്ന ജനങ്ങൾക്ക് എല്ലാ ആരോഗ്യപരമായ സേവനങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഫണ്ടിൻ്റെ ലഭ്യത വളരെ കുറവാണെങ്കിൽ തന്നെയും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നിരവധി ജനങ്ങൾക്ക് സൗഹൃദപരമായ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക പ്രോജക്റ്റുകളാണ് ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ളവർ. ഈ കടലോര പ്രദേശത്ത് നമ്മൾ ചെയ്യുന്നത്, അവർ എല്ലാ ദിവസവും പുരുഷന്മാരെ നമുക്ക് ടെസ്റ്റിങ്ങിന് കിട്ടത്തില്ല. ആശമാരും നമ്മുടെ ICDS പ്രവർത്തകരും അവരെവിടെയാണോ ഇരിക്കുന്നത് അവരുടെ അയൽക്കൂട്ടങ്ങളിൽ ഒക്കെ ചെന്ന് അവിടെ വെച്ച് ടെസ്റ്റിംഗ് നടത്തി 650 പേരെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് ലഭിച്ച പുതിയ ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ കേസുകൾ. ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതികൾ അതിലംഘിച്ചുകൊണ്ട് പ്രാദേശിക പദ്ധതികൾ സൃഷ്ടിച്ച് അതനുസരിച്ച് പ്രത്യേക കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു. തണൽ, ജീവനം, കരുതലോടെ കൗമാരം എന്നീ പ്രാദേശിക പദ്ധതികൾ ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ അനുകരണീയവും പ്രശംസനീയവുമായ മാതൃകയായി മാറിയിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ കൗമാരക്കാരായ കുട്ടികൾക്കും വേണ്ടിയിട്ട് തണൽ, കരുതലോട് കൗമാരം എന്ന് പറഞ്ഞ പ്രോജക്റ്റുകളുമുണ്ട്. ഒപ്പം ഇന്ന് ഏറ്റവും വലിയൊരു വിപത്തായി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന്, അതിന് വേണ്ടിയിട്ട് ആൻറ്റി നാർക്കോട്ടിക് ക്യാമ്പയിനും ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. പാലിയേറ്റീവ് രംഗത്ത് മികച്ച സേവനം ഉറപ്പാക്കുന്നു. 19 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിൽ പ്രത്യേക പരികരണം നൽകുന്നു. 15 ദിവസം കൂടുമ്പോൾ ഒഫ്താൽമിക് സേവനവും ഇവിടെ ലഭ്യമാണ്. കോവിഡ് RT-PCR ടെസ്റ്റുകൾ ഇപ്പോഴും നടത്തിവരുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ഫലപ്രദമായി പ്രവർത്തനം തുടരുന്നുണ്ട്. സ്ത്രീ സൗഹൃദ OP, വയോജന OP, അംഗപരിമിതർക്ക് പ്രത്യേക OP ഇതും പ്രത്യേകമായി ഈ സെന്ററുകളിൽ തുറന്നിട്ടുണ്ട്. ദേശീയ പദ്ധതികളെ പ്രാദേശിക ആരോഗ്യ പദ്ധതികൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്താണ് ആലപ്പാട്. ഈ വർഷത്തെ നൂതന പ്രോജക്റ്റായിട്ട് പഞ്ചായത്തിലുടനീളം എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പ് ഞങ്ങൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു വാർഡിൽ നിന്ന് 10 പേരടങ്ങുന്ന ആദ്യത്തെ ഒരു സെറ്റ് പർച്ചേസ് ചെയ്ത് കൊടുക്കപ്പെട്ടു.
മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്താവുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രത്യേക മരുന്നു നൽകൽ പദ്ധതി ഹോമിയോ ആയുർവേദ ആശുപത്രികളിലെ പ്രത്യേക സ്കീമായി മുന്നോട്ട് പോകുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. കോഴിക്കോട് ജില്ലയിലെ തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യനാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം, ഞാൻ സുധാ സത്യൻ, കോഴിക്കോട് ജില്ലയിലെ തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെ ഞാനിപ്പോൾ പ്രസിഡൻ്റായിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയേണ്ടത്, അതിന് ശേഷമെന്നല്ല, അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് തൂണേരി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്താ പറയേണ്ടത് സംഖ്യ ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി രൂപീകരിക്കുകയും പിന്നെ അത് കൂടുതലായിട്ടുള്ളത് പിന്നെ മരുന്ന്, ഫുഡ്, മരുന്ന്, ആ ഒരു വിഭാഗം ആയിരുന്നു കൂടുതലായിട്ടുള്ളത്. പിന്നെ വീട്, അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ട് ഇപ്പോൾ 5 പേർക്ക് നമ്മൾ വീട് കൊടുത്തു കഴിഞ്ഞ് ഒന്നിൻ്റെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റേത് 4 പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് മരുന്ന് അവർക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന അവരാരോഗ്യപരമായിട്ടുള്ള എല്ലാ മരുന്നുകളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഫുഡിൻ്റെത് പിന്നെ വളരെ റയറായിട്ടുള്ള ഇതാണുള്ളൂ. അതങ്ങനെ പദ്ധതി വെച്ചിട്ട് അത് അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് നോക്കും. കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? കാർഷിക മേഖലയിൽ തൂണേരി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം തരിശ് ഭൂമി വളരെ കുറവാണ്. പക്ഷേ ഉള്ള സ്ഥലത്ത് ഒരു 2-3 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു നെൽകൃഷി നടത്തിയിട്ടുണ്ട്. അത് കർഷകർക്ക് നല്ലൊരു സബ്സിഡി കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷി അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വെള്ളം കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ആ ഒരു സമയത്തുള്ളൊരു ബുദ്ധിമുട്ട് ആ ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ എന്താ പറയേണ്ടത് എല്ലാ വീടുകളിലും പച്ചക്കറി വിത്തായാലും അതുപോലെ തന്നെ വളം, ജൈവവളം എന്നിവയെല്ലാം എല്ലാ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കവുങ്ങും തൈ ആയാലും അതുപോലെ തന്നെ വാഴ തൈ ആയാലും തെങ്ങിൻ തൈ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ടെറസിൽ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചട്ടി, വളവും നിറച്ചിട്ടുള്ള ചട്ടി, അത് എല്ലാ വീടുകളിലും ഏകദേശം എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിൻ്റെ ഏകദേശം 80% വീടുകളിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട്, അത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ട്രാക്ടർ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ കൃഷിക്ക് ആവശ്യമായിട്ട് ഉള്ള ഒരു തോടുണ്ട്, വെള്ളം കിട്ടുന്ന ജലസേചന സൗകര്യം, അത് നമ്മൾ അതിൻ്റെ 2 ഭാഗവും പിന്നെ ഇവരെ ഈ നഗരസഞ്ചയനത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കെട്ടി നല്ല രീതിയിലുള്ള ഒരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നു. ഈ ആരോഗ്യരംഗത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത്? ആരോഗ്യരംഗത്ത് ഇപ്പം ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ FHC ആയാലും ഹോമിയോ ആയാലും ഇപ്പോൾ കായകൽപ്പം അവാർഡ് കിട്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ അവാർഡ് പ്രഖ്യാപിച്ചത്. അത് നമ്മൾ 2 FHCക്കും ഉണ്ട്, അതേപോലെ തന്നെ ഹോമിയോനുണ്ട്. പിന്നെ FHC നമ്മൾ PHC ആയിരുന്നു, അത് കഴിഞ്ഞ വർഷമാണ് 2021 അത് FHC ആയിട്ട് ഉയർത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഒന്ന് മാറ്റി പണിത് പിന്നെ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ 1.5 കോടി രൂപ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടൊന്നുമില്ല, ജനങ്ങളുടെ സഹായത്താൽ 1.5 കോടി രൂപ സ്വരൂപിച്ച് അന്ന് മുൻ പ്രസിഡൻ്റായിരുന്നു അവരും, അതേപോലെ തന്നെ മുൻ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു, അവർ രണ്ടായിരം നേതൃത്വത്തിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും കൂടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി 1.5 കോടി രൂപ ചെലവിൽ ഒരു നല്ലൊരു ബിൽഡിങ് അവിടെ നമ്മൾ പണി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അവിടെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ആദ്യം FHC ഉയർത്തിയ ശേഷം അവിടെ ലാബ് സൗകര്യം എല്ലാ സൗകര്യങ്ങളും
ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിനെ പറ്റിയിട്ടുള്ളൊരു വാർത്തയെല്ലാം വന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യങ്ങളിൽ നല്ലൊരു ഹോസ്പിറ്റലായിട്ട് അവിടെ 3 ഡോക്ടർമാരാണുള്ളത്. ഒരു മെഡിക്കൽ ഓഫീസറുണ്ട്, ഒന്ന് നമ്മുടെ പഞ്ചായത്ത് വെച്ച് ഒരു ഡോക്ടറുണ്ട്, പിന്നെ NHMൻ്റെ ഡോക്ടറുണ്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളുമായിട്ടുള്ള നല്ല രീതിയിൽ പോകുന്നു. അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ? മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഒരു MCF ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ താൽക്കാലിക MCFിലായിരുന്നു നമ്മുടെ ഈ സെഗ്രിഗേഷനും അതുപോലെ തന്നെ ഈ കളക്ട് ചെയ്ത സാധനങ്ങൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ 18 സെൻറ്റ് സ്ഥലം ഫണ്ട് വെച്ച് 18 സെൻറ്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നെ ഇതൊക്കെ എസ്റ്റിമേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ തന്നെ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 15 വാർഡാണുള്ളത്. 15 വാർഡിലും കൂടി 31ഓളം ഹരിതകർമ്മസേനയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ 2-3 പ്രാവശ്യം നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ 100%-നുള്ള സർട്ടിഫിക്കറ്റ് യൂസർ ഫീ 100%-ആക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയതാണ്. നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നല്ല ആക്റ്റീവാണ്. പിന്നെ എല്ലാ മാസവും വീടുകളിൽ പോയി ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടൗണുകളിൽ ബിന്ന് വെച്ചിട്ടും അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകളും മിനി MCF ഒക്കെ വെച്ചിട്ട് നമ്മുടെ സർക്കാർ പറയുന്ന അതേ രീതിയിൽ അതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തത്? സ്ത്രീകളുടേത് നമ്മൾ ഇന്നത്തെ പറഞ്ഞ പോലെ 10% തന്നെ സ്ത്രീകളുടെ ഇതിനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് ഓട്ടോറിക്ഷ ഇപ്രാവശ്യത്തെ പദ്ധതിയിലുള്ളതാണത്. ഓട്ടോറിക്ഷ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വയം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബശ്രീ അംഗത്വമുള്ള 2-3 ആൾക്കാർ ചേർന്നിട്ടുള്ള പിന്നെ സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞതുപോലെ ബാലസൗഹൃദ പഞ്ചായത്തായി ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇനിയും കുറച്ച് നല്ലോണം ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പം ഈ വരുന്ന പദ്ധതിയിലും ഇപ്പോൾ ഇനി വരുന്ന പദ്ധതിയിൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടികളൊക്കെ അതിൻ്റെതായ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് 28 അംഗൻവാടികളുള്ളത്. അതിൽ 25 അംഗൻവാടിക്ക് സ്വന്തം ബിൽഡിംഗ് ഉണ്ട്. 3 അംഗൻവാടിയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് 3ൻ്റെയും ഉദ്ഘാടനം കഴിയും. എല്ലാ എല്ലാം ഓക്കെയാണ്. അംഗൻവാടികൾക്ക് വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള എല്ലാ അംഗൻവാടികളും നല്ല രീതിയിൽ തന്നെ പോകും. ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ദുരന്ത നിവാരണം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 2019 ഫ്ലഡിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ചുരൽമല ആ ഒരു സമയത്തെല്ലാം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം ആണ് തുണേരി പഞ്ചായത്തിലോട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. നമ്മുടേത് വാർഡിൻ്റെ ഒരു ഭാഗം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം മയ്യഴിപ്പുഴയുടെ കരയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലഡും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പുഴ നിറഞ്ഞ് കവിഞ്ഞ് അതിൻ്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടും അത് ആ ഒരു സമയത്ത് മാത്രമാണ്. അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ ദുരന്ത നിവാരണ സേന പഞ്ചായത്തിൻ്റെ ഔദ്യോഗികമായിട്ട് തന്നെയുണ്ട്. പിന്നെ വാർഡ് തലത്തിലുണ്ട്. അതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. പിന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കും. എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസും ജനങ്ങളും എല്ലാം കൂടി ചേർന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അത് 1-2 ദിവസം മാത്രമേ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. പിന്നെ എല്ലാവരും തിരിച്ച് അതാത് വീടുകളിലേക്ക്. ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനം? ടൂറിസം മേഖലയായിട്ട് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഞ്ചായത്താണ്. 15 വാർഡുള്ള ചെറിയൊരു പഞ്ചായത്താണ്. അവിടെ അതിന് മാത്രമുള്ളൊരു കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളൊരു കുറച്ച് സ്ഥലം നമുക്കുണ്ടായിരുന്നു. അതിന് നമ്മൾ ചെറിയൊരു പദ്ധതി മനസ്സിലുണ്ട്. അത് എത്രത്തോളം വിജയിക്കും എന്ന് അറിഞ്ഞൂടാ. ചെറിയൊരു പദ്ധതി മനസ്സിലുണ്ട്. നമ്മുടെ പട്ടാണി തുണേരി റോഡ് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട്. അറിയില്ല അത് നടക്കില്ലോ എന്നുള്ളത് അറിയില്ല. എന്നാലും ശ്രമം നടക്കുന്നുണ്ട്. ഇനി ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. നമ്മൾ തുണേരിക്കാർ ഇപ്പം മെയിനായിട്ട് അനുഭവിക്കുന്ന പ്രശ്നം നമുക്കൊരു പൊതു ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവൃത്തി അവിടെ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അത്. കാരണം നമ്മൾ
തുണേരി ടൗൺ എന്ന് പറയുന്നത് കൂടുതലും ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ പൊതു ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞ്, അത് ഒരു സൊസൈറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഭരണസമിതി കഴിയുന്നതിന് മുന്നേ അതും കൂടി ഓപ്പൺ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം. ശരി, പിന്നെ നല്ല വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.